ഹായ് ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് പല ആൾക്കാർ, പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ, എന്നാൽ കൂടുതൽ യങ്സ്റ്റേഴ്സ് എപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ചേട്ടാ ബി.എഡ് പഠിച്ചതുകൊണ്ട് ഗുണമുണ്ടോ? ഞാൻ ഒരിക്കലും ടീച്ചർ ആവണം എന്ന് ചെറുപ്പത്തിൽ ആഗ്രഹിച്ച ഒരാളല്ല. ബൈ മൈ ഡിഗ്രി 10 ഡിഗ്രി ചെയ്ത സമയം എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് കാരണം, അല്ലെങ്കിൽ എൻ്റെ ബ്രദർ, എൻ്റെ കൂടുതലും ബ്രദർ, അങ്ങനെ കുറച്ച് ആൾക്കാർ കാരണം ഞാൻ അതിലേക്കൊരു ഇൻട്രസ്റ്റ് വന്നു. ലൈക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കുന്നതിലേക്കൊരു ഇൻട്രസ്റ്റ് വന്നു. ബട്ട് നെവർ എക്സ്പെക്റ്റഡ് ടു ബി എ ടീച്ചർ. നമ്മൾ നമ്മുടെ സ്കൂളിൽ കാണുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ഗുഡ് നോളേജ്, ദേ ആർ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അവർക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ചൊരു വിവരം ഉണ്ടാവും. അപ്പോൾ നീ ആസ് എ സ്റ്റുഡൻറ്റ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു സെക്കൻഡ് ലാസ്റ്റ് തേർഡ് ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടി എപ്പോഴും കുറച്ച് മോശമായ ബിഹേവിയർ, ക്ലാസ്സിലാണെങ്കിലും പുറത്താണെങ്കിലും, ലൈക്ക് വരാത്തതിൽ പണിഷ്മെൻറ്റ് കിട്ടും, അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഒരിക്കലും ടീച്ചർ ആവണമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ബട്ട് സംഭവം ഐ കെയിം ടു സ്ട്രീം ഓഫ് ബി.എഡ്. അപ്പോൾ ബി.എഡ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഒരുപാടുണ്ട് പഠിക്കാനുണ്ട്, ഒരുപാട് വർക്ക് ഉണ്ട്, ഒരുപാട് പ്രോജക്റ്റ് ഉണ്ട്. ലൈക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് തോന്നി. ബട്ട് ആഫ്റ്റർ ഫിനിഷിങ് ദാറ്റ്, വെൻ യു ഗോ ടു യുവർ ഫസ്റ്റ് സ്കൂൾ, അപ്പോൾ നമുക്ക് തോന്നും ബി.എഡ് പഠിച്ചത് ഭയങ്കര വേസ്റ്റാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു പ്രത്യേകിച്ചൊരു ഗുണമൊന്നുമില്ല, നമ്മൾ അവിടെ ചെയ്ത പ്രൊജക്റ്റൊന്നും സ്കൂളിൽ എവിടെയും ചെയ്യാൻ പോകുന്നില്ല എന്ന് തോന്നും. ബട്ട് നമുക്ക് ബി.എഡ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഗെയിൻ ദ കോൺഫിഡൻസ് വിച്ച് മോസ്റ്റ്ലി ടീച്ചർ ഷുഡ് ഹാവ്. നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുട്ടികളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ഒരു ലെസൺ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കണം. സോ ബൈ ഗ്രാജുവലി ഒരാളും ഒരു ദിവസം പോയി നല്ല ടീച്ചർ ആവില്ല, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടാവില്ല. നമ്മളിങ്ങനെ ചെയ്ത് ക്ലാസ് എടുത്ത്, ഈവൻ ഐ റിമെമ്പർ മൈ ഫസ്റ്റ് ക്ലാസ്, ഞാനിങ്ങനെ പോയി നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. ലൈക്ക് ഹൗ ടു ഡീൽ ദീസ് മെനി സ്റ്റുഡൻസ് ഇസ് നോട്ട് ദാറ്റ് ഈസി. ബട്ട് നമ്മൾ ബി.എഡ് പഠിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കൊളീഗ്സായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സായിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നതും, അല്ലെങ്കിൽ അവിടെയുള്ള ടീച്ചേഴ്സ് നമുക്ക് തരുന്ന എക്സ്പീരിയൻസ്. സോ അത് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു. സോ വിത്തൗട്ട് കോൺഫിഡൻസ് യു കാൻ ഡു എനിത്തിങ്. സെക്കൻഡ് തിങ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്. ലൈക്ക് ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഹാൻഡ് ഗെസ്റ്റേഴ്സ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കൈ എങ്ങനെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഐ കോണ്ടാക്ട് എങ്ങനെ കൊടുക്കുന്നു, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇതൊന്നും എൻ്റെയൊക്കെ ഫസ്റ്റ് ക്ലാസ്സൊക്കെ ഈസ് ഹൊറിബിൾ ആക്ച്വലി. നമുക്ക് അറിയില്ലല്ലോ അതെങ്ങനെയാണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡെവലപ്പ് ആവണമെങ്കിൽ കുറച്ച് നമ്മൾ ബി.എഡ് പഠിക്കണം. ബി.എഡിൽ നമ്മൾ കുറേ കാര്യങ്ങൾ, കുറേ പേപ്പർ വർക്കൊക്കെ അനാവശ്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും സംവെയർ ഇൻ യുവർ ടീച്ചിങ് കരിയർ ഇറ്റ് വിൽ ഹെൽപ്പ്. അതെനിക്ക് മനസ്സിലായി. ക്ലിയർ. പിന്നെ നമുക്ക് ബി.എഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ ബെഞ്ച് മാർക്ക്. നമ്മളൊരു ടീച്ചറായിട്ട് ഏത് സ്കൂളിൽ പോകുമ്പോൾ, കറൻറ്റ്ലി വർക്കിംഗ് ഇൻ ഹൈദരാബാദ്, സോ വേറൊരു സ്റ്റേറ്റിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ബി.എഡ് ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു പവർ തന്നെയാണ്. നമുക്ക് ആ ഒരു ഓക്കെ യു ആർ ക്വാളിഫൈഡ് ടു ടീച്ച്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ലൈക്ക് ബി.എഡ് പഠിച്ചവർ, ബി.എഡ് പഠിക്കാണ്ട് ഈ വേറെ കോഴ്സൊക്കെ പഠിച്ച് ടീച്ചറായി വരുന്നത്, ഒരു താൽക്കാലിക ജോലിക്ക് വേണ്ടിയൊക്കെ വരുന്നവരും തമ്മിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ അവർ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ക്ലാസ് റൂം മാനേജ്മെൻ്റ് ആയാലും, നമ്മളെ കുട്ടികളായിട്ട് പെരുമാറ്റമായാലും, എവറിത്തിങ് ഡിപ്പെൻസ്. സോ എന്തുകൊണ്ടും ടീച്ചർ ആവണമെന്ന് ആഗ്രഹമുള്ള ആൾക്ക് ബി.എഡ് പഠിക്കുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ. പിന്നെ ഇപ്പോൾ കറൻറ്റ്ലി ബി.എഡൊക്കെ 2 ഇയേഴ്സാണ്. അപ്പോൾ അതിൻ്റേതായ ഫസ്റ്റ് ഇയർ പഠിക്കാനുണ്ടാവും, സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സസ്, കുറേ പേപ്പർ വർക്ക്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹെക്ടിക്, ബട്ട് സ്റ്റിൽ ഇത് കഴിഞ്ഞൊരു സമയം വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ബി.എഡ് എന്നുള്ളത്. സോ ദിസ് ഈസ് എ സ്മോൾ വീഡിയോ വേർ ഐ വാണ്ട് ടു ഷെയർ. നിങ്ങൾ എന്തുകൊണ്ടും ടീച്ചറാവുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ബി.എഡ് പഠിക്കുക. മോസ്റ്റ്ലി എൻട്രൻസ് എഴുതി കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഇപ്പോൾ ബി.എഡ് ഭയങ്കര ഡിമാൻഡ് ആക്ച്വലി. ലൈക്ക് മെയിൽ ടീച്ചേഴ്സ് ആണെങ്കിലും ഫീമെയിൽ ടീച്ചേഴ്സ് ആണെങ്കിലും ബി.എഡ് ഭയങ്കര ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. സോ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ, അത് കിട്ടാൻ CET കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവരിവൺ. നല്ലൊരു ടീച്ചറായിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.